സിനിമാ സ്വപ്നം തുടങ്ങിയ സമയത്തോട്ട് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന, എന്നോടൊപ്പം അന്നോട്ടെ സ്വപ്നം കാണാൻ കൂടെ നിന്ന ആൾക്കാർ കൂടി ഈ എൻ്റെ കൂടെ ഉള്ളൊരു സമയം. അപ്പോൾ അതുകൊണ്ട് വലിയ സന്തോഷമുണ്ട്. ഞാനിവിടെ മാധ്യമം പത്രത്തിൽ ജേർണലിസ്റ്റായിട്ട് വർക്ക് ചെയ്തൊരു 10 വർഷം. അപ്പോൾ അങ്ങനെ ഒരു വലിയ കാലയളവ് ഇവിടെ ജീവിച്ചു. ഇവിടെ നിന്ന് ഏതാണ്ട് 7 വർഷത്തോളം ഇവിടുന്ന് കഥ പറയാനും സംവിധായകനെ കാണാനും പ്രൊഡ്യൂസർമാരെ കാണാനും ഒക്കെ ആയിട്ട് കൊച്ചിയിലേക്ക് എല്ലാ ആഴ്ചയിലും വണ്ടി കയറിയിരുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യത്തെ പോക്കിൽ എല്ലാ പ്രാവശ്യവും ഓരോ സ്ഥലത്ത് പോകും. അന്ന് പിന്നെ വാട്സപ്പ് ഇല്ലാത്തതുകൊണ്ട് ടെക്സ്റ്റ് മെസ്സേജ് ആയിരിക്കും അയക്കുന്നത്. അപ്പോൾ അവർ ബ്ലോക്ക് ചെയ്താലും നമ്മൾ അറിയില്ല. 1 തവണ 2 തവണയൊക്കെ നമ്മൾ വിളിച്ച് ശല്യം ചെയ്യും. പിന്നെ അങ്ങനെയാണ് ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഞാൻ കൊച്ചിയിലെ ഒട്ടുമിക്ക സംവിധായകരുടെയും പ്രൊഡ്യൂസർമാരുടെയും വീട് എനിക്ക് അറിയാം. അവരൊക്കെ എവിടെ താമസിക്കുന്നു, ഏത് ഏരിയയിൽ താമസിക്കുന്നു, ഏതൊക്കെ സിനിമ എവിടെയൊക്കെ ഷൂട്ടിങ് തുടങ്ങുന്നതൊക്കെ വളരെ കൃത്യമായിട്ട് അന്വേഷിച്ച് കഥ പറയാനും ചാൻസ് ചോദിച്ചിട്ടൊക്കെ കുറേ നല്ലതാണ്. അപ്പോൾ എത്രമാത്രം പ്രയാസമുള്ളൊരു കാര്യമാണ് സിനിമയിലേക്ക് എത്തുന്നത് എന്ന് നന്നായിട്ട് അറിയാവുന്ന ഒരാളാണ് ഞാൻ. ഒരുപാട് പേരോട് അവസരം ചോദിച്ച് നിഷേധിച്ചാൽ അത് അവരുടെ കുഴപ്പമില്ല കേട്ടോ. അത് പിന്നീട് സിനിമ വന്നപ്പോൾ എനിക്ക് മനസ്സിലായത്, നമ്മളെ ആപ്റ്റായിട്ട് പ്ലേസ് ചെയ്യാൻ നമുക്ക് മാത്രമേ പറ്റൂ. അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കുന്നത്, അല്ലേ? നമ്മളെ പ്ലേസ് ചെയ്യാൻ നമുക്ക് വരും. നമ്മളതിന് വേണ്ടി പരിശ്രമിക്കും. ഞാൻ ക്യാപ്റ്റൻ്റെ കഥയും കൊണ്ട് കുറേ സംവിധായകരുടെ പറയാൻ പോയി. അപ്പോൾ അവർ ഓരോരുത്തരും ഓരോ അഭിപ്രായം പറഞ്ഞ് മാറ്റി വെച്ചു. അപ്പോൾ അവസാനം എന്തോ ഒരു പ്രത്യേക സാഹചര്യത്തിൽ എനിക്ക് ആ കോൺഫിഡൻസ് വരികയും ഞാൻ ആ സിനിമ സംവിധാനം ചെയ്യാൻ തീരുമാനിക്കുകയും ചെയ്തു. അത് ആണ് എൻ്റെ ആദ്യത്തെ സിനിമ. കോഴിക്കോടാണ് സംഭവിക്കുന്നത്. ആദ്യത്തെ സിനിമ ഗുരുവായൂരപ്പൻ കോളേജിൽ ഷൂട്ട് ചെയ്തു. രണ്ടാമത്തെ സിനിമ വെള്ളം കുറച്ച് ഭാഗം കോഴിക്കോട് ഷൂട്ട് ചെയ്തത് കണ്ണൂരാണ്. മൂന്നാമത്തെ സിനിമ തിരുവനന്തപുരത്താണ് ഷൂട്ട് ചെയ്തത്. പിന്നെ റോക്കറ്ററിയിൽ വർക്ക് ചെയ്ത് കോ ഡയറക്ടറായിട്ട്. അത് എഴുതിയത് മുഴുവൻ ഇവിടെ നിന്നാണ്, കോഴിക്കോട് നിന്നാണ്. അപ്പോൾ എൻ്റെ എഴുത്തുകൾ കൂടുതലും കോഴിക്കോടാണ്. അപ്പോൾ കോഴിക്കോട് എൻ്റെ സിനിമ ഗന്ധമുള്ള സ്ഥലമാണ്, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലമാണ്. അപ്പോൾ അത് കഴിഞ്ഞാൽ സിദ്ദിഖ് സാറിൻ്റെ കൂടെ ആണ് സംവിധാന സഹായിയായിട്ട് ഈ സിനിമയിൽ വരാനാണ് അവസരം കിട്ടിയത്. അപ്പോൾ ഞാൻ അതുകൊണ്ട് ചാവറയിലേക്ക് എത്തുന്നത്, ചാവറയിലൊരു പരിപാടിക്ക് എന്നെ വിളിക്കുന്നു. ഞാൻ ക്ലാസ് എടുക്കാൻ വരുന്നു, കൊള്ളാം, പരിപാടി രസമുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് എന്നോട് ഇങ്ങനൊരു കാര്യം, അക്കാഡമി പരിപാടികളൊക്കെ തുടങ്ങുന്നതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ സന്ദർശിച്ചു, ഫാദറിനെ കണ്ടു, സംസാരിച്ചു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു വിഷൻ ആണ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇതിൻ്റെ ഭാഗമായി നിൽക്കാൻ തോന്നുന്നത്. സാധാരണ ആളുകൾക്ക് സിനിമയിലെത്താനുള്ള ഒരു സ്പേസ് ഉണ്ടാക്കുക, ഇതാണ് അവിടുത്തെ മെയിൻ കാര്യം, അല്ലേ ഫാദർ? സാധാരണക്കാർക്ക് അവർക്ക് അവസരം ചോദിച്ച് ചെല്ലാൻ, അവരുടെ കഴിവുകൾ മികവുറ്റതാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്പേസ് ഉണ്ടാക്കുക. അതിന് ഉണ്ടാക്കിയ സ്പേസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അത്ഭുതപ്പെട്ടു പോകും. അവിടെ വന്ന ഒരുപാട് ലെജൻസ് അവിടെ ക്ലാസ് എടുക്കാനും പ്രോഗ്രാമിനൊക്കെ വന്നു. എല്ലാവരും ഞെട്ടിത്തരിച്ചു പോയത് അവിടുത്തെ ഫെസിലിറ്റിയാണ്. ഇത്രയും മനോഹരമായി എറണാകുളത്ത് അത്രയും വലിയ സ്പേസിൽ ഇത്രയും മനോഹരമായി സിനിമയുടെ എല്ലാ ടെക്നിക്കൽ സംവിധാനങ്ങളുമുള്ള ഒരു ഫിലിം സ്കൂൾ കെട്ടിപ്പൊക്കിയത് ഫാദർ അനിൽ ഫിലിപ്പ്. അദ്ദേഹത്തിൻ്റെ സ്വപ്നമാണ്, അദ്ദേഹത്തിൻ്റെ ദീർഘവീക്ഷണമാണ്. അപ്പോൾ അതിനാണ് നമ്മൾ ഏറ്റവും വലിയ ഗൈഡ് കൊടുക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ആ സ്വപ്നം അത് ഏറ്റവും മനോഹരമായി പോകുന്നുവെന്ന് തോന്നാൻ കാരണം നമ്മൾ ക്രാഫ്റ്റ് സ്റ്റാർട്ട് ചെയ്ത ശേഷം സിനിമയിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്ന ആളുകളെ ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ആദ്യത്തെ ക്രാഫ്റ്റ് തുടങ്ങി. അത് വളരെ വിജയമാണ്. അതിൽ പങ്കെടുത്ത കുറേ പേര് ഇവിടെ ഇരിപ്പുണ്ട്. അവർ നമ്മുടെ ടീമിൻ്റെ ഭാഗമായി. അതിലുള്ളവർ അഭിനയിച്ചതാണ് നിങ്ങൾ കണ്ട ഈ വീഡിയോ. അത് നമ്മൾ കുറേ ദിവസത്തെ പ്രോസസ്സിന് ശേഷം 1 ദിവസം കൊണ്ട് ഷൂട്ട് ചെയ്ത് പ്രസൻറ്റ് ചെയ്തൊരു വീഡിയോ ആണ്. അപ്പോൾ അതിന് വേണ്ടി അവർ പഠിച്ച കാര്യങ്ങളൊക്കെ ഒരുപക്ഷെ അവരെ കൊണ്ട് നമുക്ക് പറയിപ്പിക്കാൻ പറ്റും. ഇത് കഴിഞ്ഞിട്ട് അവർ നിങ്ങളോട് പറഞ്ഞു തരും എന്താണ് അവർ പഠിച്ചത്. അപ്പോൾ സിനിമ പഠിക്കേണ്ടതിൻ്റെ ആവശ്യമുണ്ടോ ഇല്ലേ എന്നുള്ളതാണ് ഇപ്പോഴത്തെ കാലത്ത് ഏറ്റവും വലിയ ചോദ്യം. നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ പോയി പഠിക്കുന്നതെല്ലാം കുഴപ്പക്കാരാണെന്നും അല്ലെങ്കിൽ അവരെല്ലാം ബുദ്ധിജീവികളാണെന്നും ഒരു ധാരണയും, അല്ലാതെ പഠിച്ചു വരുന്നതാണ് നല്ലത്. ഇപ്പോൾ എനിക്കൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിക്കാൻ പറ്റാത്തതിൻ്റെ ഏറ്റവും വലിയ സങ്കടം ഞാൻ അനുഭവിക്കുന്ന സിനിമയിൽ വന്നതിന് ശേഷമാണ്. നമ്മൾ ഭയങ്കര നിരക്ഷരനായി നിൽക്കുന്നൊരവസ്ഥ നമുക്ക് തോന്നുന്നു. അപ്പോൾ എനിക്ക് സിനിമയിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഒരുപാട് ആഗ്രഹിച്ച് അവസാനമാണ് എനിക്ക് സിദ്ദിഖ് സാർ എനിക്കൊരു അവസരം.
അദ്ദേഹത്തോടൊപ്പം വർക്ക് ചെയ്യാൻ വേണ്ടി. അപ്പോൾ അദ്ദേഹത്തോടൊപ്പം ഞാൻ വർക്ക് ചെയ്തിട്ട് ഞാൻ ചെയ്ത സിനിമകളൊന്നും അദ്ദേഹത്തിൻ്റെ സിനിമകളുമായി ബന്ധമുള്ള സിനിമകളാണ്. അദ്ദേഹം ഹ്യൂമർ സിനിമകൾ എടുത്ത ഏറ്റവും കൂടുതൽ ദിവസം ഓടിയ സിനിമ വരെ സംവിധാനം ചെയ്ത ആളാണ്. പക്ഷേ അദ്ദേഹത്തിൽ നിന്ന് ഞാൻ പഠിച്ച കാര്യം സിനിമയിൽ എന്ത് ചെയ്യാൻ പാടില്ല, എന്തൊക്കെ കാര്യങ്ങൾ ആണ് ടെക്നിക്കലി നമ്മൾ മനസ്സിലാക്കേണ്ടതെന്നുള്ള ഒരു ലേണിംഗ് പ്രോസസ്സാണ് അവിടെ നിന്നുണ്ടായത്. അതിൽ നിന്ന് പിന്നെ ചെയ്ത സ്വന്തം നമ്മുടെ ഇഷ്ടത്തിലുള്ള സിനിമയാണ്. അപ്പം നിങ്ങൾക്ക് ആർക്കും ഇവിടെ വന്ന് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്ന് പഠിച്ചിട്ട് ഇവിടെ നിന്ന് നമ്മൾ പുട്ടുണ്ടാക്കും പോലല്ലേ സിനിമ ഉണ്ടാക്കാൻ പറ്റില്ല. പക്ഷേ അതിനുള്ള ഫെസിലിറ്റി അവിടെയുണ്ട്, അതിനുള്ള മനുഷ്യരവിടെയുണ്ട്, അതിന് നിങ്ങൾക്ക് ഒരുപാട് സൗകര്യങ്ങൾ ചെയ്തു തരുന്ന ഒരുപാട് സംവിധാനമുണ്ട്. അവിടുത്തെ ലൈബ്രറി ശരിക്കും പറഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും വലിയ ലൈബ്രറി എന്ന് പറയാം. ഏറ്റവും നല്ല സിനിമകൾ 2000-ലധികം സിനിമകളുള്ള ഡിജിറ്റൽ ലൈബ്രറി നമുക്ക് പറയാം. സിനിമകളുണ്ട്, സിനിമ കാണാൻ എല്ലാ വെള്ളിയാഴ്ചയോടെ സിനിമ കാണുന്നുണ്ട്, ഡിസ്കഷൻ നടക്കുന്നുണ്ട്. അങ്ങനെ കണ്ടും കേട്ടും അറിഞ്ഞും മാത്രമേ നമുക്ക് സിനിമ ചെയ്യാൻ പറ്റൂ, സിനിമയിലേക്ക് എത്താൻ പറ്റുള്ളൂ. അല്ലാതെ ഒരു കുറുക്കുവഴിയും ഇല്ല. കാരണം ഞാൻ എൻ്റെ ആദ്യത്തെ സിനിമയിൽ തൊട്ട് ഒരുപാട് അബദ്ധങ്ങൾ കാണിച്ചിട്ടുണ്ട്. എല്ലാ സിനിമയിലും നമ്മൾ അബദ്ധം കാണിക്കുമല്ലോ, അങ്ങനെയാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ എനിക്ക് നമ്മൾ ചാൻസ് ചോദിച്ച് ചെന്ന് ആ വിഷമമുള്ളതുകൊണ്ട് ആരും വന്ന് അവസരം ചോദിച്ചാലും നമ്മൾ ആദ്യമേ തന്നെ എന്ത് ചെയ്യും, വന്നോളാൻ പറയും. അപ്പോൾ എൻ്റെ അസിസ്റ്റൻസൊക്കെ പലരും ഇത് റിസ്ക് ആണെന്ന് പലപ്പോഴും പറയും. അങ്ങനെ ഞാൻ എടുത്ത ചില റിസ്കുകളൊക്കെ അടിപൊളിയായിട്ടുണ്ട്, അവരൊക്കെ നല്ല ആർട്ടിസ്റ്റുകളായിട്ട് വന്നിട്ടുണ്ട്. ചില റിസ്കുകളൊക്കെ വൻ ഫ്ലോപ്പ് ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കാരണം ഞാൻ അന്വേഷിച്ചു, എന്താണ് പ്രശ്നം. അപ്പോൾ അത് നമ്മൾ തന്നെ വിചാരിച്ചാൽ സിനിമയിൽ നമുക്ക് നമ്മളുടെ സ്പേസ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ തന്നെ വിചാരിച്ചാൽ പറ്റും. ഞാൻ എൻ്റെ ആദ്യത്തെ സിനിമയിൽ ചെറിയ കാര്യം പറയാം. എൻ്റെ ആദ്യത്തെ സിനിമയിൽ ഞാൻ കാസ്റ്റിങ്ങിൽ എനിക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ടായിരുന്നു. ഞാനിങ്ങനെ ഓരോ കഥാപാത്രത്തിനെയും ഇങ്ങനെ എഴുതി വരച്ച് കൂട്ടി പഴയ ലെജൻസൊക്കെ എങ്ങനെയാണ് സിനിമ ചെയ്തത് ആ രീതിയിൽ ചെയ്യാനുള്ള ഒരുപാട് ഹോംവർക്കുകളായിരുന്നു. കാരണം അതിന് ഒരുപാട് സമയം കിട്ടി. ഒരു 7 വർഷത്തോളം കൊണ്ട് നടന്നുകൊണ്ട് അതും കൊണ്ട് നടന്ന് ഞാൻ തന്നെ മടുത്തു. അപ്പോൾ അത്രയും കാലത്തെ ഒരു പരിചയം എനിക്ക് ആ സ്ക്രിപ്റ്റിലെ കഥാപാത്രങ്ങളുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ആളുകളെ കണ്ടായിരുന്നു ഇഷ്ടപ്പെട്ടില്ല വെച്ചാൽ ഇവനല്ല ഈ ക്യാരക്ടർ ചെയ്യണത്, ഇവളല്ല ഈ ആളല്ല എന്ന് തോന്നി ഇങ്ങനെ ചൂസ് ചെയ്യാൻ തുടങ്ങി കുറേ പേരെ മാറ്റി വെച്ചിട്ടാണ് ഞാൻ ഇത് ചെയ്തത്. അങ്ങനെ എനിക്ക് അന്വേഷിക്കുന്നുണ്ട് ഒരു മനുഷ്യനെ ഒരു ക്യാരക്ടർ ചെയ്യാൻ വേണ്ടി ഞാൻ എഴുതി വെച്ച്. നമ്മൾ സങ്കല്പത്തിൽ എഴുതുന്നതും എഴുത്തുകാരനായിട്ട് എഴുതുമ്പോൾ നമ്മുടെ സങ്കല്പത്തിൽ ദുൽഖർ സൽമാൻ ഉണ്ടാവും, മമ്മൂട്ടി ഉണ്ടാവും, ഷാറൂഖ് ഖാനൊക്കെ ഉണ്ടാവും. പക്ഷേ ഡേറ്റ് ചോദിച്ച് ചെല്ലുമ്പോൾ ഇതൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ താഴോട്ട് വരും ഓരോരോ നമ്മുടെ അവൈലബിൾ ആർട്ടിസ്റ്റ് വെച്ച്. അതുപോലെ നമ്മൾ എഴുതുന്ന സമയത്ത് എഴുതി ഒരു നല്ല ഹൈറ്റൊക്കെ ഉള്ള 6 അടി പൊക്കമുള്ള ഒരാളെനിക്ക് വേണം. അയാൾക്ക് ഇംഗ്ലീഷും ഹിന്ദിയും ഗംഭീരമായി സംസാരിക്കാൻ പറ്റണം. അയാളെ കണ്ടാൽ വിറയ്ക്കണം. ജയസൂര്യയാണ് എൻ്റെ ഹീറോ. അപ്പോൾ അയാളെക്കാൾ കുറച്ചുകൂടെ പൊക്കം വേണം, നോക്കിയാൽ ഒരു ലുക്കൊക്കെ വേണം. അപ്പോൾ അങ്ങനെ ഞാനിങ്ങനെ നോക്കുമ്പോൾ നടന്മാരൊന്നും എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നില്ല. അപ്പോൾ പഴയ രഘുവരനെയൊക്കെ പോലെ ആ ഒരു ലുക്കിലുള്ള ഒരാൾ വേണമെന്ന് വിചാരിച്ചു. ഞാനിങ്ങനെ തപ്പി അപ്പോൾ എനിക്കൊരാളെ കിട്ടി. ഒരു സുമുഖൻ, സുന്ദരൻ, അടിപൊളി. സുന്ദരൻ എന്ന് പറഞ്ഞാൽ സൗന്ദര്യമല്ല എന്നത്തെ കാര്യം. എൻ്റെ കഥാപാത്രം അതുപോലെ എൻ്റെ മുമ്പിൽ വന്ന് നിന്നു. എനിക്കിഷ്ടപ്പെട്ടു. പുള്ളിനെ ഞാൻ ജസ്റ്റ് ഒന്ന് ഓഡിഷൻ ചെയ്തു. എനിക്ക് അധികം ഓഡിഷൻ ചെയ്യാൻ പറ്റാത്ത കാര്യം എന്ന് വെച്ചാൽ പുള്ളി എന്നോട് സംസാരിച്ച കോൺഫിഡൻസ് വെച്ചിട്ട് ഞാൻ പുള്ളിയെ കാസ്റ്റ് ചെയ്തു. ആള് ഒരു എയർഫോഴ്സുകാരനാണ്. ഹിന്ദിയും ഇംഗ്ലീഷും അടിപൊളിയായിട്ട് ഇങ്ങനെ പച്ചവെള്ളം പോലെ പറയും. പുള്ളിക്ക് മലയാളം തന്നെ അത്രയ്ക്ക് അറിയില്ല. അതുകൊണ്ട് എൻ്റെ ക്യാരക്ടറിന് ഓക്കെ ആയിരുന്നു. ഞാൻ അദ്ദേഹത്തിനെ വിളിച്ചു. അപ്പോൾ തന്നെ കോസ്റ്റ്യൂമിൻ്റെ അളവെടുത്തു. എല്ലാം പരിപാടിയും കഴിഞ്ഞു. നമ്മൾ ഷൂട്ടിങ് തുടങ്ങുന്നു. പുള്ളി വന്നു. നമ്മൾ ഷൂട്ട് ചെയ്ത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ മലപ്പുറത്ത് ക്ലാരിയിലെ പോലീസ് ക്യാമ്പിൽ വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്തത്. അപ്പോൾ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നു. അതൊരു വെള്ളിയാഴ്ച ദിവസമാണ്. എനിക്ക് നല്ല ഓർമ്മകൾ വെച്ചാൽ അവിടെ ഈ പരേഡുള്ള ദിവസമാണ്. അപ്പോൾ ഒരു 500 പോലീസുകാർ അവിടെ തോക്കുമായിട്ട് പരേഡ് നടക്കുന്ന സ്ഥലത്താണ് നമ്മൾ ഷൂട്ട് ചെയ്യാൻ പോകുന്നത്. പിന്നെ ഷൂട്ടിംഗ് എന്ന് കേട്ടപ്പോൾ കാണാൻ വരുന്ന ഒരാളുകൾ തന്നെ ഒരു 10,000 പേരുണ്ട്. അവരിങ്ങനെ 4 വശമുണ്ട്. പിന്നെ ഷൂട്ടിങ്ങിൽ അഭിനയിക്കാനുള്ള നടൻ ഉൾപ്പെടെ ഒരു 10-15 ആൾ നമ്മുടെ ഇവിടെയുണ്ട്. ഒരു 120 പേര് ക്രൂവിലുണ്ട്. അങ്ങനെ സംഭവബഹുലമായ ഒരു പൂരത്തിനുള്ള ആൾ ഉള്ള സ്ഥലത്താണ് നമ്മൾ ഷൂട്ട് ചെയ്യാൻ പോകുന്നത്. അദ്ദേഹം യൂണിഫോം ഇട്ട് വന്ന് നിന്നു. അടിപൊളിയാണ്, ഭയങ്കര രസമുണ്ട്, നല്ല ലുക്കൊക്കെ ഉണ്ട്. ഇറങ്ങി വരുന്ന ഷോട്ടൊക്കെ നമ്മൾ എടുത്തു. അത് കഴിഞ്ഞ് അദ്ദേഹം വന്നു. ജയസൂര്യയായിട്ടുള്ള കോമ്പിനേഷൻ, ഡയലോഗ് പറയാൻ, ആക്ഷൻ പറയുന്നു. പുള്ളി ആകെ അസ്വസ്ഥനാവുന്നു. പുള്ളിയുടെ കാക്കി ഉടുപ്പിൻ്റെ അകത്ത് നിന്നൊക്കെ വിയർപ്പിങ്ങനെ പുറത്തേക്ക് ചാടാൻ തുടങ്ങി. പുള്ളി ആകെ അസ്വസ്ഥനാവുന്നു. 1-2 കർച്ചീഫൊന്നും കൊണ്ട് പുള്ളിയുടെ കോൺഫിഡൻസ് മാറ്റാൻ പറ്റുന്നില്ല. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം വിശ്രമിക്കാൻ പറഞ്ഞു. ഒരു 10 മണിയായി, 11 മണിയായി. 500 പോലീസുകാർ പരേഡ് കഴിഞ്ഞ് പോയി. എന്നിട്ടും ഇവിടെ എനിക്ക്
എനിക്ക് ഷോട്ട് എടുക്കാൻ പറ്റും. എൻ്റെ ആദ്യ സിനിമയാണെന്ന് ഓർക്കണം. പ്രൊഡ്യൂസർ വെട്ടുകത്തിയായിട്ട് അവിടെ നിൽക്കും. കാരണം ഒരു ദിവസത്തെ ഷൂട്ടിംഗ് കോസ്റ്റ് എന്ന് പറയുന്നത് അന്ന് 3 ലക്ഷം രൂപയാണ്. ആൾക്കൂട്ടം ഉള്ളപ്പോഴത്തേക്ക് ഇച്ചിരി കൂടും, ഫുഡും കാര്യങ്ങളും കൂടുമ്പോഴത്തേക്കും 3-3.5 ലക്ഷം രൂപ ചിലവുള്ള ദിവസത്തെ ആദ്യത്തെ കാൽഭാഗം കഴിഞ്ഞു. അപ്പോൾ പ്രൊഡക്ഷൻ കൺട്രോളർ ശ്രീകുമാറായിട്ടുണ്ട്. പുള്ളി ഇങ്ങനെ വാച്ചൊക്കെ നോക്കിയിട്ട് എൻ്റെ ഒരു നോട്ടമുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇപ്പം ശരിയാവും എന്ന് പറഞ്ഞു. എവിടെ ശരിയാവാൻ, ആദ്യത്തെ 2-3 മണിക്കൂർ കഴിഞ്ഞു. ബ്രേക്ക് വരെ എനിക്ക് അദ്ദേഹത്തിന് വെച്ച് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അദ്ദേഹത്തിന് അഭിനയിക്കാൻ പറ്റാത്തത് കൊണ്ടോ അദ്ദേഹത്തിന് അഭിനയിക്കാൻ അറിയാത്തത് കൊണ്ടോ അല്ല, അദ്ദേഹത്തിന് ഈ ആൾക്കൂട്ടവും ബഹളവും ഒക്കെ കണ്ടപ്പോൾ പുള്ളി ആകെ നെർവസായി. പുള്ളി നേവിയിൽ ഭയങ്കര ഉദ്യോഗസ്ഥനായിരുന്നു, ഒരുപാട് പേരെയൊക്കെ നിയന്ത്രിച്ചിരുന്നതാണ്. പക്ഷേ ഷൂട്ടിങ്ങിൻ്റെ ഒരു കുഴപ്പം എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ മനുഷ്യന്മാർ മുഴുവൻ നോക്കിക്കൊണ്ട് നിൽക്കും. നമ്മൾ ഒറ്റയ്ക്കായിരിക്കും അഭിനയിക്കുന്നത്. നമ്മൾ കാമുകനോട് കാമുകി സംസാരിക്കുന്ന വളരെ ഒരു പ്രൈവസിയുള്ള ഒരു സ്ഥലമാണ് ഷൂട്ട് ചെയ്യുന്നതെങ്കിലും 125 പേര് കാണാനുണ്ടാവും മിനിമം ക്രൂവിൽ. അപ്പോൾ ആ പ്രശ്നമാണ് നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം അഭിനയിക്കാൻ പോകുമ്പോൾ. ഇത് ഒരു കുറ്റമൊന്നുമല്ല, ഇത് അഭിനയിക്കാൻ അറിഞ്ഞിടത്ത് ആരുമില്ല, ഇല്ലേ ഫാദർ? നമ്മളൊക്കെ എല്ലാ ദിവസം കാണുന്നില്ല, ലീവ് പറയാനും ഇന്ന് വരൂല എന്നൊക്കെ പറയാനൊക്കെ എന്തൊക്കെ കഥകളാണ് ഓരോരുത്തർ പറയുന്നത്. മുഖത്ത് എല്ലാ ഭാവവും മിന്നി മറയും, അല്ലേ? നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ഇന്നിപ്പം സിനിമയുടെ കാര്യമൊന്നും പറഞ്ഞിട്ട് കൃത്യമായി സിനിമയുടെ ഒരു ക്യാമ്പിന് വരുന്നു എന്ന് സത്യസന്ധമായി വീട്ടിൽ പറഞ്ഞിട്ട് വന്ന എത്ര പേരുണ്ട്? ഒന്ന് കൈവെക്കുമോ? ഓഹ്, എനിക്ക് കുറേ അഭിനയിക്കുന്നവരെ കാണാൻ പറ്റി, സന്തോഷം അല്ലേ? കുറച്ചേരൊക്കെ വന്ന് പറഞ്ഞിട്ട് വന്നു, ഓക്കെ, സന്തോഷം, നല്ല കാര്യമാണ്. നമ്മൾ വീട്ടിൽ അഭിനയിക്കുന്ന അഭിനയത്തിൻ്റെ 10% നമ്മൾ സിനിമയ്ക്ക് വേണ്ടി മാറ്റി വെച്ചാൽ നിങ്ങൾക്ക് ഓസ്കാർ കിട്ടും.